ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഈശോ തൻ്റെ സഭയ്ക്ക് തന്ന വിവരണങ്ങളിൽ പോയമാ ഡെ ലൊമോഡിയ, അതായത് ദൈവമനുഷ്യൻ്റെ സ്നേഹിത് എന്ന പുസ്തകങ്ങളിലൂടെ സഭയ്ക്ക് തന്ന വിവരണങ്ങളാണ്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ കണ്ടതിന് ശേഷം രണ്ടാമത്തെ നിങ്ങൾ കാണുന്നാലേ മനസ്സിലാകത്തുള്ളൂ. വിശുദ്ധ ലൂക്കായെ എങ്ങനെയാണ് ഈശോ വിളിച്ച് ശിഷ്യനാക്കിക്കൊണ്ട് പൗലോസ് സ്ലീഹായുടെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം വിടുന്നത് വിജാതീയരുടെ അടുക്കലേക്ക്. അതിനെക്കുറിച്ചാണ് ഈശോ നമുക്ക് പറഞ്ഞു തന്നത്. ദീർഘിപ്പിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചുരുക്കി ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ വീഡിയോ ആണ്. നാം അപ്പസ്തോല പ്രവർത്തനം നാം കാണുന്നുണ്ട് 11:26 അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ആ അന്ത്യോക്യയെ ഒരുക്കിയത്, റോമാ സാമ്രാജ്യത്തിൽ തൻ്റെ സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് അന്ത്യോക്യ ഒരുക്കിയ കാര്യങ്ങളാണ് ഈശോ പറഞ്ഞു തന്നിരിക്കുന്നത്. അന്ത്യോക്യയിലെ ലൂക്കായുടെ മാതാപിതാക്കൾ, സിനോ എന്ന പിതാവ് ലോകമെമ്പാടും റോമാ കോളനികളുണ്ടായിരുന്ന, റോമായുടെ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട ലോകം മുഴുവൻ, അവിടെ പല സ്ഥലങ്ങളിലും മാൾട്ട, ഗ്രീസ്, സൈപ്രസ് എന്നിവിടങ്ങളിലെല്ലാം ഭക്ഷ്യ വിഭവങ്ങൾ കരാർ മൂലം വിതരണം ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരാളെയാണ് സീനോ, അറിയപ്പെട്ടിരുന്ന ആളാണ് ലൂക്കായുടെ പിതാവ്. ആ സീനോയുടെ പുത്രനെയാണ്, ലൂക്കായെയാണ് വിളിച്ച് ഈശോ ശിഷ്യനാക്കിക്കൊണ്ട് പൗലോസ്ലീഹയുടെ കൂടെ വിടുന്നത്. ഇതൊക്കെ ഈശോ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹമുള്ള ആളായിരുന്നു ലൂക്കാ സുവിശേഷകൻ. ഗെത്സമേനി വീട്ടിൽ അവസാനം പരിശുദ്ധ അമ്മ താമസിച്ച ഗെത്സമേനി വീട്ടിൽ വന്ന് പരിശുദ്ധ അമ്മയോട് കൂടുതൽ ഒത്തിരി ചോദിച്ച് വിവരങ്ങൾ അറിഞ്ഞാണ് ലൂക്കാ സുവിശേഷം എഴുതിയെന്ന് നമുക്കറിയാം. മറ്റു സുവിശേഷകരെക്കാൾ കൂടുതലായിട്ടുള്ള വിവരണങ്ങൾ ശേഖരിച്ചു. പല ശിഷ്യന്മാരോടും പരിശുദ്ധ അമ്മയോടും നേരിട്ട് കാര്യങ്ങൾ ശേഖരിച്ചാണ് സുവിശേഷം എഴുതിയതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സ്വസ്ത്രഗീതവും നല്ല സമരിയക്കാരൻ്റെ ഉപമയും ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ, മറ്റ് സുവിശേഷകർ എഴുതാത്ത കാര്യങ്ങളെല്ലാം ലൂക്കാ സുവിശേഷം എഴുതിയെന്ന് നമുക്കറിയാം. അങ്ങനെ വിജാതിയർക്ക് വേണ്ടി വിശുദ്ധ ലൂക്കായെ വിളിച്ച് പൗലോസ്ലീഹായുടെ കൂടെ ഈശോ സുവിശേഷ പ്രഘോഷണത്തിനായി വിടുകയാണ്. ഇതെല്ലാം ഈശോ മുൻകൂട്ടി അറിഞ്ഞ് വിളിച്ച് വിടുന്നതാണെന്ന് ഈശോ ഇതെല്ലാം ഈ പുസ്തകങ്ങളിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ലൂക്കാ സുവിശേഷകനാണ് പരിശുദ്ധ അമ്മയുടെ ഒരു പടം വരച്ചതെന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ആളായിരുന്നു ലൂക്കാ സുവിശേഷം. ഈ പുസ്തകങ്ങളിലൂടെ ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.